ഹലോ. അപ്പോൾ ഇന്ന് കൈപ്പങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി അച്ചാർ നമുക്ക് റെഡിയാക്കി നോക്കാം. അതിന് വേണ്ടി കൈപ്പങ്ങയൊക്കെ അത്യാവശ്യം നൈസായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലോട്ടായിട്ട് മാറ്റിയ ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വിനാഗിരി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അങ്ങനെ ഇപ്പോൾ 10-20 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലൊരു നന്നായിട്ട് വെള്ളം ഉണ്ടാവും, അത് നന്നായിട്ടൊന്ന് കൈ വെച്ച് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ മൊത്തത്തിൽ പിഴിഞ്ഞെടുത്ത കൈപ്പങ്ങ നമുക്കൊന്ന് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് ഫ്രൈ ആവുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി കിട്ടിയാൽ മതി. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാൻ വെക്കുക, അതിലോട്ട് ഓയിൽ ചേർക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരട്ടെ. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയി ഒന്ന് വെന്ത് കിട്ടണം. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികളായ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി കൂടെ ചേർക്കാം. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് ഈ എണ്ണയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി എല്ലാം നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് വിനാഗിരി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൈപ്പങ്ങൻ്റെ കയ്പ്പൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം മാത്രം ശർക്കര കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ കൈപ്പങ്ങ അതിലോട്ടായിട്ട് ചേർക്കാം. അങ്ങനെ കൈപ്പങ്ങ അതിലേക്ക് ഇട്ട് വേവിച്ച് നമ്മുടെ കൈപ്പങ്ങ അച്ചാർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. കൈപ്പങ്ങ ഇഷ്ടമില്ലാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ.